രാവിലെ തന്നെ കുറച്ച് മൂത്ത വഴുതനങ്ങയൊക്കെ ഞാൻ പറിച്ചു കേട്ടോ. ഓൾറെഡി ഇവിടെ പറിച്ച വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ബാക്കിലെ വീട്ടിലെ ചേച്ചീനെ ഓർമ്മ വന്നത്. കുട്ടൂസിൻ്റെ കയ്യിൽ നേരെ അത് കൊടുത്തു വിട്ടു കേട്ടോ. അവൻ അത് കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. അതിൽ കുറേ പഴവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവനത് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ മേം വിടാനായിട്ട് പോയി. കുറച്ച് മത്തിയും കരിമീനൊക്കെ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ മത്തി വാങ്ങാനായിട്ടാണ് ചെന്നത്. കരിമീനും കൂടെ കണ്ടപ്പോൾ ശ്യാമ പറഞ്ഞു കരിമീനും കൂടെ വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് നല്ല മത്തിക്കറി വെക്കുവാണ്. കുറേ നാളായിട്ട് ഞാൻ മത്തിക്കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു കൊതി മത്തിക്കറിയൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്യാമിനോട് വാശി പിടിച്ച് മത്തി വാങ്ങിയതാണ്. പോയപ്പോൾ കുഞ്ഞ മത്തിയാണ് കിട്ടിയത്. എന്നാലും സാരമില്ലായിരുന്നു. പക്ഷെ മത്തി അത്ര പോരാന്ന് എനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതാ നമ്മൾ കരിമീൻ എന്ത് ചെയ്യുന്നു പറയാം, കുറേ നല്ല മസാലയൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ നന്നായി തേച്ച് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ വറക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ. കൂടെ കുറച്ച് കപ്പയുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് പൊളിച്ചെടുത്തു വേവിക്കാനായിട്ട്. അപ്പം നല്ല കപ്പയും വേവിച്ചതും നല്ല മത്തിക്കറിയും പിന്നെ നമ്മുടെ കരിമീൻ വറുത്തതും ചോറുമാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. എന്തായാലും ശ്യാമന് കൊടുത്തുവിടാൻ പറ്റിയില്ല. ശ്യാമൻ എന്തായാലും രാത്രി വന്നിട്ടേ കഴിക്കത്തുള്ളൂ. ഇനി എന്തായാലും ഞങ്ങൾ ഇച്ചിരി കപ്പയും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കട്ടെ. കരിമീനൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചോറുണ്ണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ, സീ യു.